ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വ്യത്യസ്തമായ മറ്റൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഉച്ചയ്ക്കൊക്കെ ലഞ്ചിന് റീപ്ലേസ്മെൻ്റായിട്ട് ഉപയോഗിക്കാം കേട്ടോ. എന്നും റൈസും കറികളൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാം. പിന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ഇത് വെറും ചിക്കനും ഉരുളക്കിഴങ്ങും ബ്രോക്കലിയും മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതെല്ലാം കൂടെ നമ്മുടെ കൗ മിൽക്ക് ഉണ്ടല്ലോ, അതിൽ കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. വളരെ രുചികരമായൊരു വിഭവമാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അധികം അധ്വാനമൊന്നുമില്ല. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ രുചി നമ്മുടെ സ്റ്റൂ ഒക്കെ ഉണ്ടല്ലോ, സ്റ്റൂവിൻ്റെയൊക്കെ അതേ രുചിയോട് വരും കേട്ടോ. ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് തരുന്നത്. പക്ഷേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് പെട്ടെന്നൊക്കെ വിശക്കുമ്പോഴോ ഉണ്ടാക്കിയെടുക്കാനായിട്ടോ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ മൈൽഡായിട്ടുള്ള പെയിലായിട്ടുള്ള ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. ഇതിന് വേണ്ട ചേരുവകൾ നമുക്ക് ആദ്യം നോക്കാം. ഒരു 4-5 പീസ് ചിക്കൻ ചങ്ക് പീസസ് ആയിട്ട് എടുത്തതാണ് കേട്ടോ, വിത്ത് ബോൺ. പിന്നെ ഒരു 200 ഗ്രാം ബ്രോക്കലി, 4-5 ഉരുളക്കിഴങ്ങ്, എല്ലാം ചങ്ക് പീസസ് ആയിട്ട് എടുത്തതാണ്. മസാലയായിട്ട് ഒരു ബേ ലീഫ്, 2 കറുവപ്പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു 3 വെളുത്തുള്ളി. ഇത് നമുക്ക് ചോപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ഇടാൻ. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇതും നമുക്ക് കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ 1 കപ്പ് കൗ മിൽക്ക്. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന റോ മസാല ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. 2 കറുവപ്പട്ട, ഒരു ചെറിയ വഴനയില, പിന്നെ ഒരു 4-5 കുരുമുളക്, ഇതെല്ലാം ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു നേരത്തെ പോർഷനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 4-5 പീസ് ചിക്കൻ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ആ ചിക്കൻ്റെ ഒരു റോ കളർ ഉണ്ടല്ലോ, പച്ച കളർ, അത് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പാല് ഒഴിച്ചു കൊടുക്കുക. പാല് ഇങ്ങനെ 1 കപ്പ് എന്നൊന്നും കറക്റ്റ് ഇല്ല കേട്ടോ. നമുക്ക് ആ ചിക്കനും ഉരുളക്കിഴങ്ങും വേവുന്നതിനാവശ്യമായിട്ടുള്ള പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ പാലൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഇതിനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇത് വെന്തോന്ന് നോക്കാം.
ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രോക്കലി ചേർത്ത് കൊടുക്കാം. ബ്രോക്കലിക്ക് അധികം വേവില്ല, അത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇളക്കി യോജിപ്പിക്കുകയൊന്നും വേണ്ട, അതങ്ങനെ മുകളിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇത് ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ പാലിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു സ്റ്റീമിൽ ബ്രോക്കലി അത്യാവശ്യം വെന്ത് കിട്ടും. ഇപ്പോൾ ദാ ആ സ്റ്റീമിൽ ബ്രോക്കലിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ. എന്നിട്ട് ആ പാലൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ആ മിൽക്കൊക്കെ നല്ല ഡ്രൈ ആയിട്ട് അതിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ സെർവ് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. കാണുമ്പോൾ വളരെ പ്ലെയിൻ ആയിട്ട് തോന്നും, പക്ഷേ ഇത് കഴിക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെയും ഗാർലിക്കിൻ്റെയൊക്കെ ടേസ്റ്റ് ആ പാലിലേക്ക് ഇൻഫ്യൂസ്ഡ് ആയിട്ട് ആ പാല് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമല്ലോ, അത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലും ചിക്കനിലും ബ്രോക്കലിയിലൊക്കെ കോട്ടഡ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണത്. സ്റ്റ്യൂ ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഭക്ഷണം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് നല്ല ഫില്ലിംഗ് ആണ്, എന്നാൽ നമുക്ക് നല്ല ഓവർ ഫില്ലിംഗ് ആയിട്ട് തോന്നത്തുമില്ല. ആഫ്റ്റർ ടേസ്റ്റോ അങ്ങനെ ആഫ്റ്റർ എഫക്ട്സ് ലൈക്ക് നമുക്ക് ഭയങ്കരമായിട്ടും വയറ് നിറഞ്ഞേണ്ട ആ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടാവത്തില്ല. എന്നാലും ഭക്ഷണം നമ്മൾ കഴിച്ച് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനത്തെ ഒരു ഭക്ഷണമാണ് കേട്ടോ അത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിഷാണത്. നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു മീൽ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇത് 1 pot മീലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല ഡിഷുമായി ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ ഫ്രം ജിബിൻ. സീ യു നെക്സ്റ്റ് ടൈം.